عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ KCRന്റെ കരുത്തരായ സാദാത്യങ്ങളെ, ഉസ്താദുമാരെ, അഡ്മിന്മാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ സമസ്തയുടെയുമൊക്കെ പ്രവർത്തകന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരിക്കൽ കൂടി KCRൽ ഇതേപോലെ ഒരുമിച്ച് കൂടാൻ വേണ്ടി നമുക്കെല്ലാവർക്കും സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്ന ഓരോ സെക്കൻഡുകളും ഓരോ സമയവും അല്ലാഹു അവന്റെ അടുത്ത് പ്രതിഫലം ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ നാം ഇവിടെ പറയുന്ന കേൾക്കുന്ന കാര്യങ്ങൾ മുഴുവനും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുക. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മദീനയെക്കുറിച്ച്, ചരിത്രമുറങ്ങുന്ന പുണ്യ മദീന എന്ന പേരിൽ അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കാനാണ് ഈ അവസരം ഞാൻ ആഗ്രഹിക്കുന്നത്. മദീനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഅബാലയവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ചർച്ച ചെയ്തതെങ്കിൽ ഇന്നത്തെ ഈ ദിവസം നമ്മൾ മദീനയെക്കുറിച്ചുള്ള ചർച്ചയിലാണ്. മദീനയെക്കുറിച്ച് പറഞ്ഞാൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലെ മാണിക്യ കൊട്ടാരമാണ് മദീന എന്നുള്ള പ്രദേശം. മുഅ്മിനായി ജനിച്ച മുഴുവൻ ആളുകളും ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യം പഠിക്കേണ്ടത്, ആദ്യം പറയേണ്ടത് അല്ലാഹു എന്ന വാക്കും, രണ്ടാമത് അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ രക്ഷിതാക്കൾക്ക് തന്നെ ഏറ്റവും വലിയ ബാധ്യതയുള്ളത്, മുഅ്മിനായ ഒരാളാണെങ്കിൽ തീർച്ചയായും അല്ലാഹുവിനെ കുറിച്ച് പഠിക്കുന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്, അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പഠിക്കലാണ് ഏറ്റവും ആവശ്യം. അങ്ങനെ ഏറ്റവും ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മദീനയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പട്ടണത്തെക്കുറിച്ചുള്ള വളരെ കുറഞ്ഞ രൂപത്തിലുള്ള അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പാകെ ഞാൻ ഈ അവസരത്തിൽ അവതരിപ്പിക്കുന്നത്. അല്ലാഹു തആല ഹക്ക് പറയാനും അത് കേൾക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട്, മദീനയെക്കുറിച്ച് ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള ചരിത്രങ്ങളും എഴുതിയിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലെങ്കിൽ ക്രിസ്തുവിന് മുമ്പേ തന്നെ മദീന ഉള്ളതായി, മദീനയിൽ ഒരു പട്ടണവും ഉള്ളതായി ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ അല്ലാമ അലി സമഹൂദി വഫാഉൽ വഫ എന്ന ഗ്രന്ഥത്തിൽ മദീനയ്ക്ക് 94ലധികം പേരുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് പേരുകൾ കൊണ്ട് അനുഗ്രഹീതമാണ് പരിശുദ്ധ മദീന എന്നുള്ളത്.
ക്രിസ്തുവിന് 6 നൂറ്റാണ്ട് മുമ്പെങ്കിലും ഈ പട്ടണം നിലനിന്നതായിട്ട് ചരിത്രരേഖകളിലൊക്കെ കാണപ്പെടുന്നുണ്ട്. ക്രിസ്തുവിന് മുമ്പ് ഏകദേശം BC 556, 539 കാലഘട്ടങ്ങളിൽ രചിച്ച ബാബിലോണിയയിലെ ഏറ്റവും പ്രശസ്തമായ ക്യൂനിഫോം രേഖയായ നബോഡിദസ് ദിനവൃത്താന്തങ്ങളിൽ പറഞ്ഞ യസിരിബ് എന്ന പ്രദേശം മദീനയാണ് എന്ന് ചരിത്രത്തിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെയധികം ശ്രേഷ്ഠമുള്ള പുണ്യമാക്കപ്പെട്ട ഒരു സ്ഥലമാണ് മദീന എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിൽ മദീനയ്ക്ക് ആദ്യമായി യസ്രിബ് എന്ന പേര് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം. സൂറത്തുൽ അഹ്സാബില് സൂചിപ്പിക്കുന്നുണ്ട്, വഇദ് ഖാല ത്വാഇഫത്തും മിൻഹും യാ അഹ്ല യസ്രിബ ലാ മുഖാമ ലക്കും ഫർജിഉ. പക്ഷെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് യസ്രിബ് എന്ന പേര് വിളിക്കുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ ആ പേരിനെ മാറ്റുകയാണ്, മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിയപ്പോൾ ആ പേര് മാറ്റുകയാണ് ചെയ്തത്. പരിശുദ്ധ ഖുർആൻ തന്നെ മദീനക്കാരെ വിളിച്ചിട്ട് മാ കാന ലി അഹ്ലിൽ മദീനത്തി വമൻ ഹൗലഹും മിനൽ അഅറാബി അൻ യതഖല്ലഫു അൻ റസൂലില്ലാഹി വലാ യർഗബു ബിഅൻഫുസിഹിം അൻ നഫ്സിഹി സൂറത്ത് തൗബയിൽ 120 ആയത്തിൽ പറയുന്നത്. അതേപോലെ ലഇല്ലം യൻതഹിൽ മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം മറളും വൽ മുർജിഫൂന ഫിൽ മദീനത്തി ലനുഗ്രിയന്നക ബിഹിം സൂറത്തുൽ അഹ്സാബിൽ 60 ആയത്തും മദീനയെ സൂചിപ്പിക്കുന്ന. അതേപോലെ സൂറത്തുൽ മുനാഫിഖൂന യഖൂലൂന ലഇൻ റജഅനാ ഇലൽ മദീനത്തി ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ സൂറത്തുൽ മുനാഫിഖൂനയിൽ സൂചിപ്പിക്കുന്ന ആ മദീന ഒക്കെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് പേര് വെക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പ്രശസ്തമായ ഒരു പ്രദേശമാണ് മദീന എന്നുള്ളത്. മദീന എന്ന് ആ പേര് തന്നെ മറ്റ് സ്ഥലങ്ങൾക്കൊന്നുമില്ലാത്ത പ്രത്യേകതയാണ് മദീന എന്ന പേരിനും ഉള്ളത്. ഒരുപാട് സ്ഥലങ്ങൾ നമ്മളൊക്കെ ചരിത്രത്തിൽ പല രൂപത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു സ്ഥലത്തിനെങ്ങനെ ആ പട്ടണം എന്ന ഒരു പേര് കിട്ടുക? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നാട്ടിന് പട്ടണം എന്നാണ് പേരിട്ടത്. കാരണം അത് സയ്യിദത്തുൽ മദീനയാണ്, പട്ടണങ്ങളുടെ പട്ടണമാണ്. ലോകത്തുള്ള എല്ലാ പ്രദേശങ്ങളും പട്ടണം എന്ന പേരിൽ അറിയപ്പെടുന്നുവെങ്കിലും എല്ലാ പ്രദേശങ്ങളുടെ കൂടെയും പട്ടണം എന്ന പേര് ചേർത്ത് പറയാറുണ്ട്. പക്ഷെ മദീന എന്നുള്ളത് പട്ടണങ്ങളുടെ പട്ടണമായതുകൊണ്ട് മറ്റൊരു പേര് അതിലേക്ക് ചേർത്ത് പറയാനില്ല. മദീന എന്ന പേരിൽ മാത്രമാണ് ആ പ്രദേശം അറിയപ്പെടുന്നത്. മദീനയ്ക്ക് ഒരുപാട് മറ്റ് പേരുകൾ ഞാൻ പറഞ്ഞുവല്ലോ, 94ഓളം പേരുകൾ മദീനയ്ക്ക് പറയപ്പെടുന്നുണ്ട്. പുരാതന കാലത്ത് യസ്രിബ് എന്നറിയപ്പെട്ടു. അതുപോലെ അതിനുശേഷം താബ, ത്വയ്ബ, ദാറുൽ ഹിജ്റ, ഖുവത്തുൽ ഇസ്ലാം എന്നിങ്ങനെ ഒരുപാട് പേരുകളിൽ മദീന അറിയപ്പെടുന്നുണ്ടായി. ജാബിർ ബിൻ സമ്ര റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന്റെ ഖാല സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇന്നല്ലാഹ തആല സമ്മൽ മദീനത ത്വാബ. മദീനയ്ക്ക് ത്വാബ എന്ന പേരിട്ടു എന്ന് പറയുന്നുണ്ട്. വഫീ ലഫ്ള് മറ്റൊരു ലഫ്ളിലുണ്ട് ഇന്നല്ലാഹ അമറനി അൻ ഉസമ്മിയ അൽ മദീനത ത്വയ്ബ. ത്വയ്ബ എന്ന് വിളിക്കാൻ എന്നോട് അല്ലാഹു തആല കൽപ്പിച്ചു എന്ന് മറ്റൊരു ഹദീസിലും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ വളരെ ഒരുപാട് പേര് ത്വാബ, ത്വയ്ബ തുടങ്ങിയ പേരിലൊക്കെ അറിയപ്പെട്ടത് പ്രദേശമാണ് മദീന എന്നുള്ളത്. യസ്രിബ് എന്ന പേര് ഉച്ചരിക്കൽ അല്ലെങ്കിൽ യസ്രിബ് എന്ന പേര് വിളിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ചതായിട്ട് ഹദീസിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആ പേര് ഉച്ചരിക്കൽ നിഷിദ്ധമാണ് എന്ന് പോലും പറയുന്നുണ്ട്. വമിൻ അദില്ലത്തി കറാഹത്തി തസമ്മിഹാ ബിദാലിക മാ റവാഹുൽ ബറാ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സമ്മൽ മദീനത യസ്രിബ ഫൽയസ്തഗ്ഫിരില്ലാഹ് ഫഇന്നമാ ഹിയ താബ.
ആരെങ്കിലും മദീനയ്ക്ക് യസ്രിബ് എന്ന പേര് ഉച്ചരിച്ചാൽ വല്യസ്തഗ്ഫിരില്ലാഹ്, അവൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇമാം അഹ്മദ് മുസ്നദിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അതുപോലെ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിലും മറ്റ് പല സ്ഥലങ്ങളിലും ഈ ഹദീസ് കാണാൻ കഴിയുന്നുണ്ട്. ഹിയ ത്വാബ ത്വയ്ബ എന്നൊക്കെയാണ് മദീനയെ കുറിച്ച് പറയുന്നത്. അപ്പൊ യസ്രിബ് എന്ന പേര് ചില സമയങ്ങളിലൊക്കെ ഗാനരചയിതാക്കളും മറ്റുമൊക്കെ നമ്മൾ തന്നെ പല അവസരങ്ങളിലും മദീനയ്ക്ക് ആ ഒരു പേര് കൊണ്ട് അറിയപ്പെടുന്നതിനെ പറയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അത് വേണ്ട, മദീനയായിട്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും. അപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, മദീനയെ കുറിച്ച് നബി തങ്ങൾ ഒരിക്കൽ സ്വപ്നം പറയുന്ന ഒരു വിഷയം പറയുന്നുണ്ട്. റഅയ്തു ഫിൽ മനാമി അന്നി ഹാജിറു മിൻ മക്കത്ത ഇലാ അർളിൻ ബിഹാ നഖ്ലുൻ ഫദഹബ വഹ്ലി ഇലാ അന്നഹൽ യമാമ ഔ ഹജറ ഫഇദാ ഹിയൽ മദീനത്ത് യസ്രിബ്. അപ്പൊ അവിടെ യസ്രിബ് എന്ന പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചത്. റഅയ്തു ഫിൽ മനാമി, ഞാൻ സ്വപ്നത്തിൽ കണ്ടു, അന്നി ഹാജിറു മിൻ മക്കത്ത ഇലാ അർളിൻ ബിഹാ നഖ്ലുൻ, ഈത്തപ്പനകളുടെ നാട്ടിലേക്ക് ഹിജറ പോകുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ഫദഹബ വഹ്ലി ഇലാ അന്നഹൽ യമാമ ഔ ഹജറ, ഞാൻ സംശയിച്ചു അത് യമാമയോ അല്ലെങ്കിൽ ബഹ്റൈനിലെ ഒരു പ്രത്യേക സ്ഥലമോ ആയിരിക്കും എന്ന് ഞാൻ സംശയിച്ചു. പക്ഷേ ഫഇദാ ഹിയൽ മദീന യസ്രിബ്, അത് യസ്രിബ് പട്ടണമായിരുന്നു എന്ന്. അപ്പൊ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഖദ് ഖാല ഇബ്നു ഹജർ കാന ദാലിക ഖബല യുസമ്മാഹ ത്വയ്ബ, ത്വയ്ബ എന്ന പേര് വിളിക്കുന്നതിന് മുമ്പായിരുന്നു ഈ ഹദീസ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ വിഷയമില്ല. പക്ഷെ നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് മദീനയെ കുറിച്ച് ത്വയ്ബ ത്വാബ എന്നും മദീന എന്നും മാത്രമേ പറയാവൂ എന്ന് ഈ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരുപാട് ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയ്ക്ക് ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ശ്രേഷ്ഠതകൾ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഫഅൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഫീ ഖിസ്സത്തി ഇസാബത്ത് ബഅദ് സ്വഹാബത്ത് ബിൽ ഹമ്മ, പനിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീനത കഹബ്ബിന മക്ക ഔ അശദ്. അല്ലാഹുവേ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, അല്ലാഹുവേ, മക്കയെ എങ്ങനെയാണോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നത് അതിനേക്കാൾ ഏറെ, അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ ഞങ്ങൾക്ക് നീ മദീനയെ ഇഷ്ടപ്പെടണമേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടേക്ക് യാത്ര പോയാലും മദീനയിൽ തിരിച്ചെത്തിയാൽ നബിതങ്ങൾക്ക് ഒരു പ്രത്യേക സന്തോഷവും സംതൃപ്തിയുമാണ് ഉണ്ടായിരുന്നത് എന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഹാബികളെ കുറിച്ച് ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് അലിംതു, ഞാൻ അറിഞ്ഞിരിക്കുന്നു, അന്ന അഹബ്ബൽ ബിലാദി ഇലല്ലാഹി അസ്സ വജല്ല മക്ക, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മക്കയാണ് എന്ന് എനിക്ക് അറിയാം. വലൗല അന്ന ഖൗമി അഖ്റജൂനി മാ അഖ്റജ്തു, മക്കയിൽ നിന്ന് എന്റെ ജനത എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവിടെ നിന്ന് പുറത്തു പോകുമായിരുന്നില്ല. എന്നിട്ട് പിന്നീട് പറയാണ്, അല്ലാഹുമ്മ ജഅൽ ഫീ ഖുലൂബിനാ മിൻ ഹബ്ബിൽ മദീനത്തി മിസ്ല മാ ജഅൽത ഫീ ഖുലൂബിനാ മിൻ ഹബ്ബി മക്ക, അള്ളാഹുവിന് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നാടായതുകൊണ്ട് മക്കയോട് ഞങ്ങൾക്കുണ്ടായിരുന്ന സ്നേഹത്തെക്കാൾ കൂടുതൽ സ്നേഹം മദീനയോട് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഉണ്ടാക്കണമേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞതായി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, فعن علي بن أبي طالب رضي الله عنه أن رسول الله صلى الله عليه وسلم قال اللهم إن إبراهيم كان عبدك وخليلك ودعا لأهل مكة بالبركة وأنا عبدك ورسولك أدعوك لأهل المدينة أن تبارك لهم في مدهم وصاعهم مثل ما بركت لأهل مكة مع البركة ببركتين.
അള്ളാഹുവെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാന അബ്ദുക വ ഖലീലുക, നിന്റെ ഖലീലും അടിമയുമായിരുന്നു. വദഅലി അഹ്ലി മക്കത ബിൽ ബറക, മക്കക്കാർക്ക് ബറക്കത്തിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്. വ അന അബ്ദുക വ റസൂലുക, ഞാൻ നിന്റെ അടിമയും പ്രവാചകനും റസൂലുമാണ്. അദ്ഉക ലി അഹ്ലിൽ മദീനത്തി മദീനക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ദുആ ചെയ്യുന്നു. അൻ തുബാരിക ലഹും ഫീ മുദ്ദിഹിം വസാഇഹിം, അവരുടെ മുദ്ദിലും സായിലും ബർക്കത്ത്, മക്കക്കാർക്ക് നൽകിയ ബറക്കത്തിന്റെ ഇരട്ടി ബറക്കത്ത്. മഅൽ ബറക്കത്തി ബറക്കത്തൈൻ, രണ്ട് ബറക്കത്ത് മക്കക്കാർക്ക് ലഭിച്ചതിൽ നിന്ന് അധികം രണ്ട് ബറക്കത്ത് മദീനക്കാർക്ക് ലഭിക്കണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചതായി, ദുആ ചെയ്തതായി അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യും. അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹുമ്മ ഇന്നി അഹ്റമു മാ ബൈന ലാബത്തൈഹ, മക്കയുടെ ഇടയിലുള്ള മദീനയുടെ ഇടയിലുള്ള രണ്ട് മലകൾക്കിടയിൽ ഞാൻ ഹറാമാക്കിയിരിക്കുന്നു. ബിമിസ്ലിമ ഹറമ ഇബ്രാഹിമു മക്ക, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയെ ഹറം ആക്കിയതുപോലെ അല്ലാഹുമ്മ ബാരിക് ലഹും ഫീ മുദ്ദിഹിം വസായിഹിം, അവിടെ അവരുടെയൊക്കെ മുദ്ദിലും സായിലും ഒക്കെ ബർക്കത്ത് ചെയ്യണമേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഹദീസുകൾ, മറ്റൊരു ഹദീസിൽ കാണാം, വഅൻഹു റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹുമ്മ ജഅൽ ബിൽ മദീനത്തി ളിഅഫൈ മാ ജഅൽത ബിമക്കത മിനൽ ബറക, അല്ലാഹുവേ, മക്കയ്ക്കുണ്ടായിരുന്നതിന്റെ ഇരട്ടി ബർക്കത്ത് മദീനയ്ക്ക് നീ ഉണ്ടാക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, കാനന്നാ റഔ അവല തംരി ജാഉ ബിഹി ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇദൻ അഖദഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആളുകളൊക്കെ കാരക്ക വിളവെടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ആദ്യത്തെ കാരക്ക കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വരും. എന്നിട്ട് അവിടെ നിന്ന് പറയും, നബി തങ്ങള് ആ കാരക്ക എടുത്തുകൊണ്ട് പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ തംരിന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ വബാരിക് ലനാ ഫീ മദീനത്തിന വബാരിക് ലനാ ഫീ സ്വാഇന വബാരിക് ലനാ ഫീ മുദ്ദിന, അല്ലാഹുമ്മ ഇന്ന ഇബ്രാഹീമ അബ്ദുക വ ഖലീലുക വ നബിയുക വ ഇന്നി അബ്ദുക വ നബിയുക വ ഇന്നഹു ദഅാക ലിമക്ക വ ഇന്നി അദ്ഉക ലിൽ മദീനത്തി ബിമിസ്ലി മാ ദഅാക ലിമക്ക വ മിസ്ലഹു മഅഹ്. അപ്പൊ ഈ ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയെ ഹറമാക്കുകയും മക്കയ്ക്ക് ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവേ, ഞാൻ നിന്റെ അടിമയും പ്രവാചകനുമാണ്, മദീനയിൽ നീ ബർക്കത്ത് കൊടുക്കണം, മദീനയിലെ മുദ്ദിലും സായിലും മദീനയിലെ അളവ് പാത്രങ്ങളിലും തൂക്കങ്ങളിലും ഒക്കെ നീ ബർക്കത്ത് കൊടുക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകളിൽ ഈ മദീനയിലെ മുദ്ദിലും സായിലും ഒക്കെ ബർക്കത്ത് ചെയ്യണമെന്ന് ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വളരെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, മദീനയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാം, മറ്റ് സ്ഥലത്ത് നിന്ന് വസ്തുക്കൾ വാങ്ങുന്നതിനേക്കാൾ എത്രയോ ഒരു ബർക്കത്താണ് മദീനയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിന് കിട്ടുന്ന ഒരു ബർക്കത്ത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റ് പ്രദേശങ്ങൾക്ക് ഇല്ലാത്ത, അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത രൂപത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി മദീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മദീനയിലെ ഓരോ വസ്തുക്കൾക്ക് വേണ്ടി ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഹദീസുകളിൽ കാണാം. അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനത്തിന അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സ്വാഇന അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മുദ്ദിന അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സ്വാഇന അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മുദ്ദിന അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനത്തിന അല്ലാഹുമ്മ ജഅൽ മഅൽ ബറക്കത്തി ബറക്കത്തൈൻ എന്ന് ഹദീസിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന കിതാബുൽ ഹജ്ജിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സ്വാഇന വ മുദ്ദിന വജഅൽ മഅൽ ബറക്കത്തി ബറക്കത്തൈൻ. ഇങ്ങനെ
ഈ മദീനയുടെ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഹദീസുകൾ എടുത്തു നോക്കിയാൽ എണ്ണമറ്റ ഹദീസുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാനിത് പറഞ്ഞു വരുന്നത് മദീനയ്ക്കുള്ള പ്രാധാന്യം ഹദീസുകളിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആ മദീന ഒന്ന് സന്ദർശിക്കാൻ, ആ മദീന ഒന്ന് കാണാൻ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു ഭാഗ്യം ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവന് ലഭിക്കുന്ന ഭാഗ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു ഭാഗ്യമാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകൾക്കും മദീന ഒന്ന് വന്ന് കണ്ടുപോകാൻ, മദീനയിലേക്കൊന്ന് വന്നിട്ട് ആ രാജാവിന്റെ മുമ്പിലൊന്ന് സലാം പറഞ്ഞ് തിരിച്ചു പോവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ മദീനയിലെ രോഗങ്ങൾ ഉണ്ടാവുകയില്ല എന്നും ഹദീസുകളിൽ കാണാൻ പറ്റും. മദീനയെ കുറിച്ചുള്ള മറ്റൊരു ഹദീസ് കാണാം. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീനത കഹബ്ബിനാ മക്കത ഔ അശദ്. അല്ലാഹുവേ, മദീനയോട് ഞങ്ങൾക്ക് നീ കൂടുതൽ ഇഷ്ടം ഉണ്ടാക്കി തരണമേ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സാഇനാ വ മുദ്ദിന. അല്ലാഹുവേ, മദീനയിലെ സായിലും മുദ്ദിലും നീ ബർക്കത്ത് ചെയ്യണം. വസഹലനാ വൻഖൽ ഹമ്മാഹ ഇലൽ ജുഹ്ഫ. പനി മദീനയിൽ വന്നാൽ പനി പിടിക്കുക, അതുപോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസ്. മദീനയിൽ നിന്ന് ഏകദേശം റാബക്ക് പട്ടണത്തിന്റെ 22ഓളം റാബക്കിൽ നിന്ന് 22ഓളം കിലോമീറ്റർ അകലെയായി കിടക്കുന്ന ഒരു പ്രദേശമാണ് ജുഹ്ഫ എന്നുള്ളത്. ആ ജുഹ്ഫയിലേക്ക് മദീനയിലെ പനിയെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓടിച്ചു വിട്ടതായി, അല്ലെങ്കിൽ അടിച്ചോടിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അവർ ഹദീസിലെ ആ വിഷയം സൂചിപ്പിക്കുന്നുണ്ട്. വൻഖിൽ വബാഅഹ ഇല മഹിയ അൽ ജുഹ്ഫ. ജുഹ്ഫ കൊണ്ട് ജുഹ്ഫയാണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് മദീനയിലുണ്ടാവുന്ന പനി, അതുപോലെ രോഗങ്ങളെയൊക്കെ അല്ലാഹുവേ നീ ജുഹ്ഫയിലേക്ക് മാറ്റണേ എന്ന് ഹദീസിൽ കാണാൻ പറ്റും. അങ്ങനെ അതുമായി ആ രൂപത്തിൽ ഒരുപാട് ഹദീസുകൾ അങ്ങനെയും കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ രോഗങ്ങൾ ഉണ്ടാവാത്ത ഒരു പ്രദേശമാണ് മദീന എന്നുള്ളത്. അതുപോലെ മദീനയ്ക്കുള്ള മറ്റൊരു പ്രത്യേകത, മദീനയെ ദജ്ജാല് ബാധിക്കുകയില്ല എന്നുള്ളതാണ്. ലോകത്തിലുള്ള എല്ലാ പ്രദേശങ്ങളെയും ദജ്ജാല് പിടികൂടുമെങ്കിലും മക്കയെയും മദീനയെയും ദജ്ജാൽ ഒരിക്കലും പിടികൂടാൻ കഴിയുകയില്ല എന്നാണ്. അൻ അബീ ബക്കറത്ത നഫീ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ യദ്ഖുലുൽ മദീനത്തു റഅബുൽ മസീഹ് ദജ്ജാൽ ലഹാ യൗമഇദിൻ സബ്അതു അബ്വാബിൻ അലാ കുല്ലി ബാബിൻ മലക്കാനി. മദീനയിലേക്ക് ദജ്ജാല് പ്രവേശിക്കുന്ന സമയത്ത് മദീനയുടെ ചുറ്റുഭാഗത്തായി 7 വാതിലുകളിൽ ഓരോ വാതിലുകളിലും ഈ 2 മലക്കുകൾ നിന്നുകൊണ്ട് ദജ്ജാലിനെ പ്രതിരോധിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ ഇസ്ലാമിന്റെ മറ്റൊരു ഹദീസിൽ കാണാം, ഇസ്ലാമിന്റെ ആവിർഭാവം എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, അതുപോലെ ഇസ്ലാം മാളത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് പോലെ, പാമ്പ് മാളത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് പോലെ ഇസ്ലാം മാളത്തിലേക്ക് മടങ്ങിപ്പോകും. ആ മാളം അത് മദീനയാണ് എന്ന് ഹദീസിൽ കാണാൻ പറ്റും. അലാ അൻഖാബിൽ മദീനത്തി മലായികത്തുൻ ലാ യദ്ഖുലുഹ ത്വാഊൻ വലദ് ദജ്ജാൽ. ത്വാഊനും പിടിപെടാത്ത ഒരു പ്രദേശമാണ് മദീന എന്നുള്ളത്. ത്വാഊൻ അതുപോലെയുള്ള വലിയ മാറാവ്യാധികള്, വലിയ രോഗങ്ങളൊക്കെ മദീനയെ തൊട്ട് അള്ളാഹുവിന്റെ റസൂല് ആട്ടിപ്പായിക്കുകയോ അവിടെ നിന്ന് ഒഴിവാക്കുകയോ ചെയ്തിട്ടുണ്ട്. ഈമാന് കൊണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശമാണ് മദീന എന്നുള്ളത്. അതുപോലെ മദീനയിൽ മരണപ്പെടുക എന്നുള്ളത് മുഅ്മിനിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. മനിസ്തതാഅ മിൻകും അയ്യമൂത ഫിൽ മദീനത്തി ഫല്യമുത് ഫഇന്നി അശ്ഫഉ ലിമൻ യമൂതു ഫീഹാ
ആർക്കെങ്കിലും മദീനയിൽ മരണപ്പെടാൻ സാധിക്കുമെങ്കിൽ ഫല്യമുത്ത്, അവൻ മദീനയിൽ വെച്ച് മരിക്കട്ടെ. ഫഇന്നി ഉശഫിഉ ലിമൻ യമൂത്ത് ഫിഹാ, മദീനയിൽ മരണപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ സാക്ഷി പറയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുപോലെ മൻ മാത ഫി ഇഹ്ദൽ ഹറമൈനി വജബത് ലഹു ശഫാഅത്തി എന്ന് മറ്റൊരു ഹദീസിലും കാണാൻ പറ്റും. ആരെങ്കിലും ഒരാൾ മദീനയിൽ അല്ലെങ്കിൽ രണ്ട് ഹറമുകൾക്കിടയിൽ മരണപ്പെടുകയാണ് എങ്കിൽ അവനും എന്റെ ശഫാഅത്ത് നിർബന്ധമാണ് എന്ന് ഹദീസിലൊക്കെ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ മദീനയിൽ വെച്ച് നോമ്പെടുത്താൽ അതിനും വളരെ പ്രാധാന്യമുണ്ട് എന്ന് ഹദീസിൽ കാണാൻ പറ്റും. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നുണ്ട്, സിയാമു ഷഹ്റു റമളാന ബിൽ മദീനത്തി കസിയാമു അൽഫി ഷഹ്റിൻ ഫീമാ സിവാഹ. ഷഹ്റു റമളാൻ മാസത്തിൽ മദീനയിൽ വെച്ച് അനുഷ്ഠിക്കുന്ന നോമ്പിന് വളരെ പ്രാധാന്യമുണ്ട്. കസിയാമി അൽഫി ഷഹ്റിൻ ഫീമാ സിവാഹ, മദീനയിൽ അല്ലാത്ത മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് 1000 മാസം അനുഷ്ഠിക്കുന്ന അതേ പ്രതിഫലമാണ് മദീനയിൽ വെച്ച് ഒരു റമളാൻ മാസത്തിൽ നോമ്പെടുക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പോ മദീനയെ അങ്ങനെ ഓരോ ഹദീസുകൾ എടുത്തു നോക്കുകയാണെങ്കിലും ഞാൻ ഹദീസുകളുടെ ചെറിയ ഒരു ഭാഗം മാത്രം നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. ഈ ചില വാക്കുകളിലോ മറ്റോ വ്യത്യാസമുണ്ടായെങ്കിൽ പോലും ഇൻഷാ അല്ലാഹ് തീർച്ചയായും തിരുത്താൻ കഴിയുന്നവർ തിരുത്തി തരണം എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അപ്പോ ഈ ഹദീസുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമി മക്കയായിരുന്നു എങ്കിൽ പോലും ആ മക്കയേക്കാൾ കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ സ്നേഹം മദീനയിലേക്ക് ഉണ്ടാക്കിത്തരണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നാടിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ ആ പ്രാർത്ഥന അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വർണ്ണിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മളൊക്കെ സാന്ദർഭികമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഈ മദീനയിലേക്കാണ് നമുക്കൊക്കെ ചില സമയങ്ങളിലൊക്കെ പോകാൻ അവസരം ഉണ്ടാവുകയും ചെയ്യാറുള്ളത്. മദീനയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്രത്തോളം പ്രാധാന്യമുള്ള ഒരു നാട്, ഇത്രത്തോളം ശ്രേഷ്ഠമായ ഒരു നാട്, ഈ നാടിനെയൊക്കെ പണ്ഡിതന്മാരും സാദാത്യങ്ങളും ഒക്കെ ബഹുമാനിച്ചിരുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ്. മഹാനായ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഗ്രന്ഥം ക്രോഡീകരിച്ച് അത് പ്രകാശനം ചെയ്യാൻ വേണ്ടി മദീനയിലേക്ക് പോയപ്പോ റസൂലുള്ളാഹിന്റെ അനുവാദത്തിന് വേണ്ടി മദീനയുടെ അതിർത്തിയിൽ ഒരു മാസക്കാലത്തോളം താമസിക്കുകയും ആ മാസക്കാലം മുഴുവൻ മദീനയിൽ റസൂലുള്ളാഹിന്റെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കുകയും ചെയ്ത ചരിത്രം നമ്മളൊക്കെ അറിയുന്ന ഒരു വിഷയമാണ്. അങ്ങനെ എന്റെ ഹബീബ്, എന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവദിച്ചാൽ മാത്രമേ ഞാൻ ഈ നാട്ടിലേക്ക് അല്ലെങ്കിൽ ഞാൻ ഈ പ്രദേശത്തേക്ക് കടക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മദീനയുടെ അതിർത്തിയിൽ കാത്തുനിന്ന മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ആവട്ടെ മദീനയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വാഹനത്തിന്റെ പുറത്ത് നിന്നിറങ്ങി വളരെ ആദരവോടുകൂടി തന്റെ ചെരുപ്പ് കഴിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ ഹബീബ് ചവിട്ടിയ മണ്ണ്, ഈ മണ്ണിൽ എവിടെയാണ് ഹബീബിന്റെ കാൽപാദമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മദീനയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് മദീനയിലേക്ക് കടന്നു വന്ന മഹാന്മാരായ പ്രവാചകന്മാരും മഹാന്മാരായ സ്വാലിഹീങ്ങളും ഉലമാക്കളും പണ്ഡിതന്മാരും ഒക്കെ അവരൊക്കെ നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്ന ആ മഹനീയ മാതൃക മദീനയോടുള്ള ആ ഒരു ഒടുങ്ങാത്ത സ്നേഹത്തിന്റെ അഭിവാജ്ഞതയാണ് നമുക്കൊക്കെ കാണിച്ചു തരുന്നത്. അതുപോലെ മദീന പള്ളിയിൽ വെച്ച് ചില ആളുകളൊക്കെ മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ പള്ളി ഏതാണ്, റോഡ് ഏതാണ് എന്നൊന്നും ഒരു പരിസര ബോധമില്ലാതെ അങ്ങേയറ്റം ഉച്ചത്തിൽ സംസാരിക്കുകയും ഫോണിലൂടെയും മറ്റുമൊക്കെ സംസാരിക്കുന്ന ദയനീയ രംഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തായിഫുകാരായ 2 ആളുകൾ മദീനത്തെ പള്ളിയിൽ നിന്ന് സംസാരിച്ചപ്പോ അവരെ അടുത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ലൗ കുന്തുമാ മിൻ അഹ്ലിൽ മദീനത്തി, ഞാനെങ്ങാനും മദീനക്കാരായിരുന്നുവെങ്കിൽ ലഔജഅതുകുമാ, നിങ്ങളെ ഞാൻ വേദനിപ്പിക്കുമായിരുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി
ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ മദീനയ്ക്ക് നാം കൊടുക്കേണ്ട പ്രാധാന്യത്തിന്റെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് നിങ്ങളുടെ മുമ്പാകെ ഈ സമയത്ത് സമർപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഇത്രത്തോളം പ്രാധാന്യമുള്ള, ഇത്രത്തോളം ശ്രേഷ്ഠമായ ഒരു നാട്, ലോകത്തെ ഏത് നാടിനാണ് ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ളത്? ഏതൊരു പ്രദേശത്തെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ ഇത്ര വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്? മദീനത്ത് പോയിട്ട് സാധനം വാങ്ങിച്ചാൽ ആ വാങ്ങിക്കുന്ന സാധനങ്ങളിൽ പോലും ബർക്കത്തുണ്ടാവുമെന്നാണ്. ഉംറയ്ക്കും മറ്റുമൊക്കെ വരുന്ന ആളുകളൊക്കെ കൂടുതലും സാധനങ്ങളൊക്കെ വാങ്ങാനും മറ്റും ഉപയോഗിക്കാറ് മദീനയാണ്. കാരണം മദീനയിലുള്ള അവിടുത്തെ മുദ്ദിലും സായിലും ഒക്കെ അളവ് പാത്രങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബർക്കത്ത് പ്രദാനം ചെയ്തിട്ടുണ്ട്. ഈ മദീനയിലേക്ക് പോകുമ്പോ മദീനയെ അങ്ങേയറ്റം സ്നേഹിക്കാനും മദീനയെ അങ്ങേയറ്റം ബഹുമാനിക്കാനും മദീനയിൽ എത്തിയിട്ട് അങ്ങേയറ്റം വിനയം കാണിക്കാനും നമ്മളൊക്കെ തയ്യാറാവണമെന്ന് ഓരോ മദീന യാത്രക്കാരോടും ഞാൻ സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്, എന്നോടടക്കം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം മദീനയെക്കുറിച്ച് ഹദീസുകളിലൊക്കെ പറയുന്നുണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ കിടക്കുന്ന ആ പുണ്യമാക്കപ്പെട്ട ഷറഫാക്കപ്പെട്ട ഭൂമിയിൽ മൻസാറ ഖബരി വജബത്ത് ലഹു ശഫാഅത്തി, എന്റെ ഖബർ ആരെങ്കിലും സിയാറത്ത് ചെയ്താൽ വജബത്ത് ലഹു ശഫാഅത്തി, എന്റെ ശഫാഅത്ത് അവന് നിർബന്ധമാണ്. നാളെ പരലോകത്ത് ആരുമാരും തണിയില്ലാതെ, ആരുമാരും സഹായിക്കാൻ ആളില്ലാതെ വിഷണ്ണനായി നിൽക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടേറി നടക്കുന്ന ആ സമയത്ത് നമുക്ക് വേണ്ടി ശുപാർശ പറയാൻ നമ്മൾ ചെയ്യുന്ന ഓരോ സിയാറത്തും കാരണമാവുമെങ്കിൽ മദീന സിയാറത്ത് ചെയ്യുക എന്നുള്ള ഒരു മഹത്തായ കർത്തവ്യത്തിലേക്ക് നമ്മളൊക്കെ മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. മൻ ഹജ്ജ വലം യസുർനി ഫഖദ് ജഫാനി, ആരെങ്കിലും ഒരാളെ ഹജ്ജ് ചെയ്യുകയും എന്നെ സിയാറത്ത് ചെയ്യാതെ തിരിച്ചു പോവുകയും ചെയ്താൽ ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങി എന്നാണ് ഹദീസിന്റെ കിതാബുകളിൽ കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിണങ്ങിയ ഒരു മനുഷ്യനെ കുറിച്ച്, ബനു നജ്ജാർ ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്റെ കിതാബ് നിഫാഖിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ മനുഷ്യൻ എന്തോ ഒരു ചെറിയ കാരണം കൊണ്ട് പിണങ്ങിയപ്പോ ആ പിണങ്ങിയ കാരണം കൊണ്ട് അല്ലാഹു തആല റസൂലുള്ളാഹിന്റെയും അദ്ദേഹത്തിന്റെ മനസ്സിൽ റസൂലുള്ളാഹിനോട് ചെറിയ അകൽച്ച ഇട്ടുകൊടുത്തു. പിന്നെ നബിയെ കാണാൻ വരാതെയായി, നബിയുമായി ബന്ധപ്പെടാതെയായി. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം പിന്നീട് കേൾക്കുന്ന വാർത്ത ഫതഹബ്ബദ, അദ്ദേഹം യഹൂദിയായി എന്നുള്ള വാർത്തയാണ്. കാലങ്ങൾ കഴിഞ്ഞില്ല, അല്പകാലത്തിന് ശേഷം അല്ലെങ്കിൽ അല്പമാസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെട്ടപ്പോ സ്വാഭാവികമായും ഫഅഖ്ബറഹു ഫീ മഖാദിരിൽ യഹൂദിയീൻ, യഹൂദികളുടെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ മറവ് ചെയ്തു. അന്നത്തെ ആ യഹൂദികളൊക്കെ കൂടിയിട്ട് യഹൂദികളെ മറവ് ചെയ്തു. പക്ഷെ പിന്നീട് മറവ് ചെയ്ത് ആളുകളൊക്കെ തിരിച്ചു പോന്നു. ഫലമ്മാ ബാത്ത, പിറ്റേ ദിവസം നേരം പുലർന്നു നോക്കിയപ്പോ മദീനക്കാരായ യഹൂദികളായ ആളുകൾക്ക് കാണാൻ കഴിയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിണങ്ങിയ ഒരു മനുഷ്യന്റെ ശരീരം, അല്ലെങ്കിൽ മനുഷ്യന്റെ ശരീരം മദീനത്തെ മണ്ണിന് വേണ്ട എന്നുള്ള നിലക്ക് മദീനത്തെ മണ്ണ് ആ മനുഷ്യന്റെ ശരീരം പുറത്തേക്ക് വലിച്ചെറിഞ്ഞ കാഴ്ചയാണ് മദീനക്കാരായ യഹൂദികൾക്ക് കാണാൻ കഴിയുന്നത്. ഖബറിൽ നിന്ന് ഒരു കാരണവുമില്ലാതെ അദ്ദേഹത്തിന്റെ മൃതശരീരം ഖബറിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ട് കണ്ടു. അങ്ങനെ ഫഹഫറഹു സാനിയൻ, അതെന്തെങ്കിലും കാരണവശാലായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് രണ്ടാമത്തെ ദിവസം മറ്റൊരു ഖബർ കുഴിച്ചിട്ട് ആ ഖബറിൽ യഹൂദികൾ അദ്ദേഹത്തെ മറവ് ചെയ്തപ്പോ ഫലമ്മാ ബാത്ത, പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴും അവർക്ക് കാണാൻ കഴിയുന്നത് ഇതേ അവസ്ഥ തന്നെയാണ്. മദീനത്തെ റസൂലുള്ളാഹിനോട് പിണങ്ങിയ ആ മനുഷ്യന്റെ ഖബറിന് ശരീരം മദീനത്തെ മണ്ണ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ 3 ദിവസം ആവർത്തിച്ചപ്പോ 4ാമത്തെ ദിവസം യഹൂദികൾ ചെയ്തത് അദ്ദേഹത്തിന്റെ മൃതശരീരം എടുത്തുകൊണ്ട് വന്നിട്ട് മദീനയിൽ മരുഭൂമികൾക്കിടയിലുള്ള കള്ളിമുൾച്ചെടികൾക്കിടയിലേക്ക് വലിച്ചെറിഞ്ഞ ചരിത്രമാണ് മദീനയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് എങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, മദീന എന്നുള്ള ആ ഒരു പ്രത്യേകമായ സ്ഥലത്തെക്കുറിച്ച്, ആ ഒരു പ്രദേശത്തെക്കുറിച്ച്, ആ സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ ഹുബ്ബിന്റെ, ഇഷ്കിന്റെ ആ ഒരു പ്രാധാന്യം നമ്മൾ വളരെയധികം ശ്രേഷ്ഠതയോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പ്രവാചകനെയാണ് കേവലം ഒരു സാധാരണ മനുഷ്യനോട്
ഉപമിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ പ്രവാചകനെ നിന്ദിക്കുന്ന രൂപത്തിൽ, ആ പ്രവാചകനെ മോശമാക്കുന്ന രൂപത്തിൽ പ്രസംഗിക്കുകയും പാട്ട് പാടുകയും റസൂലുള്ളാഹിനെ ഇഴ്ത്തി സംസാരിക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. അവരൊക്കെ പറയുന്ന ഭാഷ തന്നെ വളരെയധികം വേദനാജനകമായ ഭാഷയാണ്. അത്തരം ആളുകളുടെ സദസ്സിൽ ഇരിക്കുക പോലും ചെയ്യരുത് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്ന കാര്യം. റസൂലുള്ളാഹിനെ കുറിച്ച് കേവലം അതാരാണ്, ഒരു സാധാരണക്കാരനാണ്, അറബി പയ്യനാണ്, മയമാക്ക തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ അള്ളാഹുവിന്റെ റസൂലിനെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ നിന്ദ്യരാവുന്ന എത്രയോ ആളുകൾ. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, സത്യവിശ്വാസികളെ, അങ്ങനെ അള്ളാഹുവിന്റെ ഈ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുന്ന ആളുകളുടെ സംസാരം കേട്ടുകൊണ്ട് നിങ്ങൾ അവിടെ ഇരിക്കുക പോലും ചെയ്യരുത് എന്നാണ് ഖുർആൻ നമ്മളോട് ബോധിപ്പിക്കുന്ന ഒരു കാര്യം. അത് നമ്മൾക്ക് ചില ധാരണകൾ ഉണ്ടാവും. എല്ലാവരും പറയുന്നതും ഒന്ന് കേട്ടോക്കട്ടെ, അവരും പറയുന്നുണ്ടല്ലോ ഇവരും പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കേട്ടിട്ട് അതിൽ നിന്ന് നല്ലത് സ്വീകരിക്കാൻ ഞാൻ ആളായി എന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാം കേൾക്കണം, മറ്റുള്ള മുജാഹിദുകൾ പറയുന്നതും കേൾക്കണം, ജമാഅത്തുകാർ പറയുന്നതും കേൾക്കണം. ഇങ്ങനെ ഒരു ശൈലിയിലേക്ക് ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പരിതാപകരമായ അവസ്ഥയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് പാടില്ല. അവരൊക്കെ അങ്ങനെ റസൂലുള്ളാഹിനെ കുറിച്ച് ഒരാള് മോശമായിട്ട് ഒരു അഭിപ്രായം പറയുമ്പോ ആ സദസ്സിൽ ഇരിക്കുകയോ അത് കേൾക്കുകയോ പോലും ചെയ്യാൻ നമ്മൾ ഒരിക്കലും താല്പര്യപ്പെടാൻ പോലും പാടില്ല എന്നാണ്. അവിടെ അങ്ങനെ അത്തരം സദസ്സുകളിൽ നിങ്ങൾ ഇരിക്കുക പോലും ചെയ്യരുത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ബോധിപ്പിക്കുമ്പോൾ ഈ മദീനയെ സ്നേഹിക്കേണ്ട, മദീനയെ പ്രിയം വെക്കേണ്ടതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം എന്ന് സാന്ദർഭികമായി എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയെ സ്നേഹിക്കാനും മദീനയെ ഇഷ്ടപ്പെടാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. മദീനയെ കുറിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് മദീന മസ്ജിദ് നബവിയിലെ വിശാലമായ പ്രദേശങ്ങള്, മസ്ജിദ് നബവിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങള്, എങ്ങനെ മദീനയുടെ ചെറിയ രൂപത്തിലുള്ള ചരിത്രം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമുക്കിവിടെ ചർച്ച ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് സാന്ദർഭികമായി ആ വിഷയങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ നമ്മൾ പറഞ്ഞതും കേട്ടതും ഒരു സാലിഹായ അമലായി സ്വീകരിക്കുകയും പരിശുദ്ധ മദീനയെ പ്രിയം വെച്ചുകൊണ്ട് മദീനയിൽ ഒരുമിച്ച് കൂടാൻ, മദീനയിൽ എത്തിച്ചേരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. മദീനയെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ, മദീനയിൽ വെച്ച് മരണപ്പെടാൻ ഭാഗ്യം ലഭിച്ച മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.